ഒരു പ്രണയം ഒരു കാത്തിരിപ്പ്. രചന അവതരണം ഗായത്രി ദേവ്. ഭാഗം 1. തിരുവനന്തപുരം നഗരത്തിലെ പ്രശസ്തമായ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ 4ാം സെമസ്റ്റർ ക്ലാസ് റൂം. ആദ്യത്തെ 2 മണിക്കൂർ കഴിഞ്ഞു. ബ്രേക്ക് ടൈമാണ്. സിമി അല്പം വെപ്രാളത്തോടെ ജനാലയിലൂടെ ക്ലാസ് റൂമിന്റെ പുറത്തേക്ക് കണ്ണുകൾ പായിച്ചു. ഇവളെന്താ വരാൻ വൈകുന്നത്? ഫോൺ വിളിച്ചിട്ടും സ്വിച്ച് ഓഫ് ആണല്ലോ. അടുത്ത മണിക്കൂർ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ക്ലാസ് ആണ്. മുൻപ് ഉണ്ടായിരുന്ന വസുന്ധര മാം റിട്ടയർ ചെയ്ത് പോയിട്ട് ഒരാഴ്ചയായി. ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പുതിയ സർ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നും ഇന്ന് സർ ക്ലാസ് എടുക്കാൻ വരുമെന്നും ക്ലാസ് അഡ്വൈസറായ ലതിക മാം രാവിലെ പറഞ്ഞിരുന്നു. ലതിക മാം സാറിൻ്റെ പ്രൊഫൈൽ പറഞ്ഞത് കേട്ട് കുട്ടികളെല്ലാവരും സാറിൻ്റെ ക്ലാസ് കേൾക്കാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. USA-യിലെ പ്രശസ്തമായ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് PhD നേടിയതും ഡബിൾ പോസ്റ്റ് ഡോക് ഉള്ള ആളുമാണ് സർ എന്ന് ലതിക മാം പറഞ്ഞിരുന്നു. വളരെ ശക്തമായ റിസർച്ച് പ്രൊഫൈലുള്ള ആളാണെന്നും അവർ പറഞ്ഞു. സാറിൻ്റെ ആദ്യത്തെ ക്ലാസ് തന്നെ ഗായത്രി മിസ് ചെയ്യുമോ എന്ന് സിമിക്ക് തോന്നി. സാധാരണയായി അവൾ ഇത്രയും ലേറ്റ് ആകാറില്ലല്ലോ. എന്താണ് സംഭവിച്ചത്? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമായോ എന്ന് സിമി ചിന്തിച്ചു. ഗായത്രി ഇല്ലാത്തതിനാൽ ബ്രേക്ക് ടൈമിൽ പുറത്തേക്ക് പോവാനും അവൾക്ക് മടിയായി. ക്ലാസ്സിലെ കൂട്ടുകാരായ രാഹുലിനോടും ശ്രുതിയോടും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് ടൈം കഴിഞ്ഞെന്ന് ബെൽ മുഴങ്ങി. ക്ലാസ് റൂമിന് പുറത്തേക്ക് പോയിരുന്നവർ എല്ലാം പതുക്കെ ക്ലാസ് റൂമിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. പെട്ടെന്നാണ് കോറിഡോറിലൂടെ സുമുഖനായ സർ ക്ലാസ് റൂമിന്റെ അടുക്കിലേക്ക് നടന്നു വന്നത്. ആൾ നടന്നു വന്ന് ലെക്ചർ എടുക്കാനുള്ള ഡയസിലേക്ക് കയറി വന്നു. സിമി ആളെ ആകമൊത്തമൊന്ന് സ്കാൻ ചെയ്തു. നല്ല ഉയരവും ദൃഢമായ ശരീരവും, നന്നായി ട്രിം ചെയ്ത താടിയും മീശയും, ഗൗരവവും ബുദ്ധിയുമുള്ള മുഖഭാവം, ഇൻ ചെയ്ത ഫോർമൽസ് ആണ് വേഷം. ആൾ ക്ലാസ് മുഴുവനായി ഒന്ന് നോക്കി. ക്ലാസ്സിൽ നിശബ്ദത പരന്നു. ആൾ ക്ലാസ് റൂം ആകെ നോക്കി സ്റ്റുഡൻസിനെ വിഷ് ചെയ്തു. ഗുഡ് മോർണിംഗ് ഓൾ. ശാന്തവും ശക്തവുമായ ശബ്ദം. സിമി സാറിനെ വായി നോക്കിയിരിക്കുകയായിരുന്നു. ആളിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ നൽകി. ആദ്യം തന്നെ സൂര്യനാരായണ വർമ്മ. ആളുടെ സ്പെഷ്യലൈസേഷനെ പറ്റിയും ഗവേഷണ അഭിരുചികളെ പറ്റിയും സംസാരിച്ചു. നിലവിൽ കോളേജിൽ കുട്ടികൾക്ക് പഠനപരമായും ഗവേഷണപരമായും ലബോറട്ടറികൾ എങ്ങനെ വിനിയോഗിക്കാമെന്ന് സർ വിശദീകരിച്ചു. പിന്നെ സ്റ്റുഡൻസിനോട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. ഓരോരുത്തരായി എഴുന്നേറ്റ് നിന്ന് അവരുടെ പേരും മറ്റു വിവരങ്ങളും പറയാൻ തുടങ്ങി. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് സർ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിന്റെ സ്കോപ്പും സബ്ജക്റ്റിനെ പറ്റിയുള്ള ടെക്നിക്കൽ കാര്യങ്ങളും വിശദീകരിച്ചു. കുട്ടികൾക്കെല്ലാം സാറിന്റെ ഫ്ലുവൻസിയും സബ്ജക്റ്റിലെ പരിജ്ഞാനവും ക്ലാസും വളരെ ഇഷ്ടപ്പെട്ടു. ആൾ പക്ഷെ വളരെ സ്ട്രിക്റ്റ് ആണ് എന്ന് പൊതുവെ കുട്ടികൾക്ക് ഫീൽ ചെയ്തു. കാരണം ആളുടെ നോട്ടം ഓരോ സ്റ്റുഡന്റിന്റെയും മുഖത്ത് പതിയുന്നുണ്ട്. ക്ലാസ് ഇന്ററാക്റ്റീവ് ആയിട്ടാണ് സാർ കൊണ്ടുപോകുന്നത്. സിമിക്ക് സാറിനോട് മതിപ്പ് തോന്നി. ഷോ, ഈ ഗായത്രി എവിടെ? ഈ പെണ്ണ് നല്ലൊരു അവറാണല്ലോ മിസ് ചെയ്യുന്നത്, അവൾ ആലോചിച്ചു. ഈ സമയം ഗായത്രി ബസ്സിൽ നിന്ന് കോളേജ് ഗേറ്റിലിറങ്ങി. മുഖമാകെ വിയർത്തിട്ടുണ്ട്. നെറ്റിയിലെ വിയർപ്പ് മണികൾ കൈകൊണ്ട് തുടച്ച് ഗേറ്റ് കടന്ന് ക്യാമ്പസിലേക്ക് ഓടിക്കയറി. ഈശ്വര, 11 മണിയായല്ലോ. 3rd പീരിയഡ് തുടങ്ങിയിരിക്കാം. ഗായത്രി ഓടി അവരുടെ ഡിപ്പാർട്ട്മെന്റ് ബ്ലോക്കിലേക്ക് ചെന്നു. ക്ലാസ് റൂമിന് അടുത്തെത്തിയപ്പോഴേക്കും അവൾക്ക് ഉള്ളിൽ നിന്ന് ലെക്ചർ എടുക്കുന്ന ഗാംഭീര്യമായ ശബ്ദം കേൾക്കാമായിരുന്നു. അവൾ പതുക്കെ വാതിലിനടുത്തു ചെന്ന് ഉള്ളിലേക്ക് നോക്കി പെർമിഷൻ ചോദിച്ചു. എക്സ്ക്യൂസ് മീ സർ, മേ ഐ കം ഇൻ? ഒരു വേള ക്ലാസ് നിശബ്ദമായി. സൂര്യനാരായണൻ പതുക്കെ മുഖം തിരിച്ച് വാതിലിനു നേരെ കണ്ണയച്ചു. പരിഭ്രമത്തോടെ പിടയുന്ന ഇടതൂർന്ന പീലികളുള്ള കറുത്ത മിഴികളിലേക്കാണ് അവന്റെ നോട്ടം ആദ്യം ചെന്നത്. ഒരു പെൺകുട്ടി വാതിലിൽ നിൽക്കുന്നു. മെലിഞ്ഞു നീണ്ട ശരീരം, വെണ്ണ തോൽക്കും നിറം, നീണ്ട നാസികയും ചുവന്നു തുടുത്ത അധരങ്ങളും. പേടിയോടെ തന്റെ മുഖത്തേക്ക് നോക്കുന്നു. ഈ ക്ലാസ്സിലെ സ്റ്റുഡന്റ് ആണ് എന്ന് അവന് ബോധ്യമായി. അവന്റെ കണ്ണുകൾ കൂർത്തു. കയ്യിൽ കെട്ടിയ ടൈം ബാൻഡിലേക്ക് അവന്റെ നോട്ടം പോയി. ക്ലാസ് തുടങ്ങി 25 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. യെസ്,
സർ, മേ ഐ കം ഇൻ? അവൾ ഒന്നുകൂടി പെർമിഷൻ ചോദിച്ചു. വളരെ താഴ്ന്നു പോയിരുന്നു അവളുടെ ശബ്ദം. വാട്ട്സ് ദ ടൈം നൗ? അവൻ്റെ ഗൗരവമേറിയ ചോദ്യം കേട്ട് അവൾ വിറച്ചു. അവളുടെ ഒഴിഞ്ഞ കൈത്തണ്ടയിലേക്ക് അവൻ്റെ നോട്ടം വീണു. സോറി സർ, അവൾ വിക്കി. വാട്ട്? കുട്ടികൾ എല്ലാവരും അവളെയും സാറിനെയും മാറി മാറി നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തു പറയണമെന്നറിയാതെ അവൾ വിഷമിച്ചു. വാട്ട്സ് യുവർ നെയിം? ഗായത്രി, അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഗായത്രി, ഇറ്റ്സ് ടു ലേറ്റ് ടു കം ടു മൈ ക്ലാസ്. യു ക്യാൻ ലീവ് ടുഡേ. യു ക്യാൻ അറ്റൻഡ് മൈ ക്ലാസ് ടുമോറോ. ഇത് പറഞ്ഞുകൊണ്ട് സൂര്യൻ ക്ലാസ്സിനെ നേരിട്ട് ലെക്ചർ തുടർന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ക്ലാസ്സിലിരുന്ന സിമി വിഷമത്തോടെ അവളെ നോക്കി. ഗായത്രി പതുക്കെ കൊറിഡോറിലൂടെ നടന്നുപോയി. അവൾ നേരെ ലൈബ്രറിയിലേക്ക് നടന്നു. ID കാർഡ് സ്വൈപ്പ് ചെയ്ത് അവൾ ലൈബ്രറിയിൽ പ്രവേശിച്ചു. ആരുമില്ലാത്തൊരു കോണിൽ അവൾ ഇരുന്നു. റീഡിംഗ് ഡെസ്കിലേക്ക് പതുക്കെ തല ചായ്ച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഫസ്റ്റ് ഡേ തന്നെ ഒരു ലീഡ് കമ്മറായി സാറിൻ്റെ ക്ലാസ്സിലെത്തിയത് അവൾക്ക് വളരെ വിഷമമായി. താൻ പഠിക്കാത്ത കുട്ടിയാണെന്നും ക്ലാസ്സിൽ കയറാത്ത കുട്ടിയാണെന്നും സാർ തെറ്റിദ്ധരിച്ചിരിക്കാമെന്നും അവൾക്ക് തോന്നി. അവൾക്ക് രാവിലെ വീട്ടിൽ നടന്ന കാര്യം ഓർമ്മ വന്നു. ചെറിയമ്മയുടെ വീട്ടിൽ നിന്ന് ആളുകൾ വരുന്നതായി പറഞ്ഞ് വിഭവങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ചെറിയമ്മ തലേരാത്രി തന്നിരുന്നു. പുലർച്ചെ 4 മണിക്കു തന്നെ എഴുന്നേറ്റ് പണി തുടങ്ങി. ആദ്യ പീരിയഡ് എന്തായാലും ലേറ്റ് ആവുമെന്ന് അവൾക്കറിയാമായിരുന്നു. വിഭവങ്ങൾ എല്ലാം ഒരുവിധം തയ്യാറാക്കി വന്നപ്പോഴാണ് അവസാനം ചെറിയമ്മ 2-3 ഐറ്റം കൂടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്. തനിക്ക് കോളേജിൽ പോകാൻ സമയമായി എന്ന് പറഞ്ഞതിന് ഇനി വഴക്ക് കേൾക്കാൻ ബാക്കിയൊന്നുമില്ല. തിരക്കിട്ട ബാക്കി ഐറ്റങ്ങളും ചെയ്യുന്നതിനിടയിൽ ചൂടുള്ള കഞ്ഞിവെള്ളം അവളുടെ കൈയിലേക്ക് കുറച്ചു മറിഞ്ഞു. ഗായത്രി പതിയെ പുറം കൈ തിരിഞ്ഞു നോക്കി. 2-3 കുമിളകൾ വന്നിട്ടുണ്ട്. പുറം കൈ ചുവന്നു തിണർത്തു കിടക്കുന്നു. നന്നായി പുകച്ചിലുമുണ്ട്. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. നിറഞ്ഞൊഴുകിയ കണ്ണുനീർ കൈത്തണ്ടയിലേക്ക് വീണു. അവൾക്ക് വിങ്ങിക്കരയാൻ തോന്നി. എത്ര നാൾ താൻ ഇങ്ങനെ ഓടും? മനസ്സമാധാനമില്ലാതെ, സന്തോഷങ്ങളില്ലാതെ, തനിക്കു വേണ്ടി ചിന്തിക്കാൻ ആരുമില്ലാതെ, സ്നേഹിക്കാൻ ആരുമില്ലാതെ, താൻ മാത്രം ഈ ലോകത്ത് ഒറ്റപ്പെട്ടു പോയതുപോലെ അവൾക്ക് തോന്നി. മുന്നോട്ട് ആലോചിക്കുമ്പോൾ ജീവിക്കാൻ പ്രതീക്ഷ തരുന്ന ഒന്നുമില്ലാത്ത പോലെ തോന്നി. ബെൽ മുഴങ്ങുന്ന ശബ്ദം കേട്ട് അവൾ തലയുയർത്തി. സാറിൻ്റെ പീരിയഡ് കഴിഞ്ഞിരിക്കുമെന്ന് അവൾ ആലോചിച്ചു. ഇപ്പോൾ സിമി തന്നെ തേടി വരും. താൻ ലൈബ്രറിയിലായിരിക്കുമെന്ന് അവൾക്കറിയാം. ലേറ്റായി വരുന്ന ദിവസങ്ങളിലെല്ലാം താൻ ഇവിടെയാണ് വന്നിരിക്കാറുള്ളത്. സിമി തൻ്റെ അടുക്കലേക്ക് തിടുക്കത്തിൽ വരുന്നത് അവൾ കണ്ടു. ഡാ ഗായു, സാരമില്ലടി. സൂര്യൻ സാർ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു. എല്ലാവർക്കും തോന്നിയതാണ്. ഇനി മുതൽ പങ്ക്ച്വലായി സാറിൻ്റെ ക്ലാസ്സിൽ കയറാൻ നോക്കാം, അവൾ ആശ്വസിപ്പിച്ചു. അവളുടെ ചുവന്നു നിറഞ്ഞ കണ്ണുകളിലേക്ക് സിമി അലിവോടെ നോക്കി. എന്താടി, വിഷമിക്കല്ലേ? സിമി അവളെ ചേർത്തു പിടിച്ചു. ഗായത്രി സിമിയെ അമർത്തിപ്പുണർന്നു വിങ്ങി വിറച്ചു. സർ ക്ലാസ്സിൽ കയറ്റാത്തതല്ല അവളുടെ വിഷമം എന്ന് സിമിക്ക് അറിയാം. ഒരുപാട് സങ്കടങ്ങൾ അവളുടെ കുഞ്ഞു നെഞ്ചിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അവൾ വളരെ വിഷമത്തിലാണ് എന്ന് സിമിക്ക് തോന്നി. ഗായത്രിയുടെ ചുവന്നു വിങ്ങിയ മുഖം അവൾ കയ്യിലെടുത്തു. വിറക്കുന്ന ചുണ്ടുകളോടെ അവൾ ചെറിയമ്മ അടിച്ചതും ശകാരിച്ചതും കയ്യിൽ ചൂട് കഞ്ഞിവെള്ളം വീണതും എല്ലാം വിങ്ങിക്കൊണ്ടു പറഞ്ഞു. പോട്ടെ, സാരമില്ല. സിമി അവളുടെ പുറത്ത് തഴുകി അവളുടെ ദുഃഖമൊടുക്കാൻ ശ്രമിച്ചു. അടുത്ത പീരിയഡിന്റെ ബെൽ മുഴങ്ങുമ്പോൾ 2 പേരും പതുക്കെ ക്ലാസ്സിലേക്ക് നടന്നു. ലഞ്ച് ബ്രേക്ക് ടൈമിൽ സിമി അവളെ ക്യാമ്പസിനുള്ളിലെ ചെറിയ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി. പൊള്ളലിനുള്ള ഓയിൻമെന്റും ടാബ്ലറ്റും വാങ്ങിക്കൊടുത്തു. സിമി തന്നെ ഓയിൻമെന്റ് അവളുടെ കയ്യിൽ പുരട്ടിക്കൊടുത്തു. 2 പേരും കൂടി ഭക്ഷണം കഴിക്കാൻ സാധാരണ ഇരിക്കുന്ന മെസ് ഹാളിലേക്ക് നടന്ന് ലഞ്ച് ബോക്സ് തുറന്നു.
ഗായത്രിയുടെ ബോക്സിൽ ചോറും ചമ്മന്തിയുമായിരുന്നു. അവിടെയുള്ള സ്പെഷ്യൽ എടുത്താൽ ചെറിയമ്മ അവളെ നിർത്തിപ്പൊരിക്കും. അതുകൊണ്ട് എപ്പോഴും പോലെ ചോറും ചമ്മന്തിയും തന്നെ. സിമിയുടെ സാമ്പാറും മുട്ടത്തോരനും ഗായത്രിയുടെ പാത്രത്തിലേക്ക് വച്ചുകൊടുത്തു. കുറച്ചു മതി, ഗായത്രി പതുക്കെ പറഞ്ഞു. സിമി അത് ശ്രദ്ധിച്ചില്ല. പാവം, നല്ല കറികളെല്ലാം അവളെ കൊണ്ട് ഉണ്ടാക്കിച്ചാലും അവൾക്ക് കഴിക്കാൻ കൊടുക്കില്ലെന്ന് സിമിക്കറിയാം. അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൂര്യൻ മെസ് ഹാളിലേക്ക് കയറി വന്നത് സിമി ശ്രദ്ധിച്ചത്. മെസ്സിൽ കോളേജ് ഫുഡ് ഉണ്ടായിരുന്നു. സർ ടോക്കൺ എടുത്ത് മീൽസ് വാങ്ങുന്നത് സിമി ഒന്ന് നോക്കി. സൂര്യൻ സർ മെസ് ഫുഡാണ് കഴിക്കുന്നത് എന്ന് തോന്നുന്നു, സിമി ഗായത്രിയോട് പറഞ്ഞു. സൂര്യൻ പ്ലേറ്റിൽ ഭക്ഷണവുമായി അവരുടെ എതിരെയുള്ള ടേബിളിൽ വന്നിരുന്നു. ആളെന്തോ മൊബൈലിൽ സ്ക്രോൾ ചെയ്യുകയായിരുന്നു. സിമി പറയുന്നത് കേട്ട് ഗായത്രി മുഖമുയർത്തിയതും സൂര്യൻ മുഖമുയർത്തിയതും ഒരേ സമയം തന്നെയായിരുന്നു. അവന്റെ നോട്ടം അവളുടെ കണ്ണുകളുമായി ഏറ്റുമുട്ടി. ആ കുഞ്ഞു മുഖത്തിലെ വലിയ കണ്ണുകളിലേക്ക് അവന്റെ നോട്ടം തറഞ്ഞു.